നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ലോക മനസാക്ഷി മുഴുവൻ ദയനീയമായ കണ്ണുകളോട് കൂടിയാണ് കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ നോക്കിക്കാണുന്നത്. അപ്പോഴും അവർക്ക് മുന്നിൽ കണ്ണു തുറക്കാതെ മാറി നിൽക്കുകയാണ് നമ്മുടെ ഭരണകൂടം. വിഷം തിന്ന് ജീവിക്കുന്ന ഇനിയും മരിച്ചിട്ടില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പട്ടിണി സമരം നടത്തുകയാണ് ദുരിതബാധിതരുടെ അമ്മമാർ. അവർക്കൊപ്പം ദയാഹസ്തവുമായി മരണം വരെ നിരാഹാര സമരത്തിനിരിക്കാൻ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ദയാബായിയും സമരപ്പന്തലിലെത്തും. കഴിഞ്ഞ 1.5 വർഷമായി എൻഡോസൾഫാൻ രോഗികൾക്കായി പ്രവർത്തിക്കുകയാണ് ദയാബായി. സ്വന്തമായി പാട്ടെഴുതി ഈണം നൽകി ആൽബമാക്കി പോകുന്നിടത്തൊക്കെ പ്രദർശിപ്പിച്ചും കാസർഗോട്ടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം എവിടെയും സംസാരിച്ചും അവർക്കു വേണ്ടി സ്വന്തമായി ഏകാംഗ നാടകങ്ങൾ തയ്യാറാക്കി നിരവധി വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടും ഈ കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മമാരനുഭവിക്കുന്ന സങ്കടങ്ങളും അവഗണനയും നാടിനെ അറിയിക്കുകയാണ് ദയാബായി. 2012 മുതൽ 2016 വരെ ദുരിതബാധിതരുടെ അമ്മമാർ നടത്തിയ വിവിധ സമരങ്ങളുടെ ഒത്തുതീർപ്പായി മാറി മാറി വന്ന ഓരോ ഭരണകൂടങ്ങൾ ഒപ്പിട്ട കരാറുകൾ എല്ലാം തന്നെ നടപ്പാക്കണമെന്നാണ് ഇത്തവണ സമരക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. 2011 സ്റ്റോക്ക്ഹോം സമ്മേളനത്തെ മുൻനിർത്തി പൊതുസമൂഹം നടത്തിയ പോരാട്ടത്തെ തുടർന്ന് ആഗോളധാരണകളുടെ പുറത്ത് എൻഡോസൾഫാൻ നിയന്ത്രണത്തിന് സർക്കാർ നിർബന്ധിതമായതോടെ സമരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. 2011 സുപ്രീം കോടതി വിധിയോടെ ഇന്ത്യയിലെ എൻഡോസൾഫാൻ നിരോധിക്കപ്പെടുകയും ചെയ്തു. 2012 മുതൽ എൻഡോസൾഫാൻ വിരുദ്ധ സമരം ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിക്കാനുള്ള അവകാശ സമരമായി മാറി. കഴിഞ്ഞ 8 വർഷമായി ഇതിങ്ങനെ തന്നെ തുടരുകയാണ്. സർക്കാരിന്റെ ഔദാര്യമല്ല, തങ്ങളെയും വരും തലമുറയും ഇങ്ങനെയൊക്കെ ആക്കി തീർത്തവരിൽ നിന്നും നിർബന്ധമായും ഈടാക്കാനുള്ള പിഴയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന തിരിച്ചറിവാണ് ഈ അമ്മമാരെ അവകാശ സമരത്തിലേക്ക് നയിച്ചത്. 2012 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ കാസർഗോഡ് കളക്ടറേറ്റിന് മുമ്പിൽ ഈ അമ്മമാർ കഞ്ഞി വെച്ചുകൊണ്ട് സമരം ചെയ്തു. ദുരിതബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളുക, മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ അമ്മമാർ സമരം തുടങ്ങിയത്. ജസ്റ്റിസ് ബാലകൃഷ്ണൻ ചെയർപേഴ്സണായിട്ടുള്ള കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കടം എഴുതിത്തള്ളലും അടക്കമുള്ള സുപ്രധാന ശുപാർശകൾ 2010 മുന്നോട്ട് വച്ചിരുന്നു. കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന് ഉറപ്പ് അധികൃതരിൽ നിന്നും ലഭിച്ചതിനെ തുടർന്ന് അമ്മമാർ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ദീർഘസമരം താൽക്കാലികമായി നിർത്തിയത്. എന്നാൽ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കൂടാതെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും 5 വർഷത്തിനുള്ളിൽ പിൻവലിക്കാനുള്ള നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതേ തുടർന്ന് 2013 ഫെബ്രുവരി 18 അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയെ നയിച്ചു. 1 മാസത്തോളം നീണ്ടുനിന്ന ഈ സമരത്തിൽ 3 ആഴ്ചയോളം നിരാഹാരം കിടന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ എ മോഹൻകുമാറിനെ നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സമരം നിർത്തിവെച്ചു. ഇതിനിടയിൽ തന്നെ ഒരുപാട് ജീവനുകളെ മരണം കവർന്നു. സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് സൗജന്യ ചികിത്സ നൽകിയിരുന്ന ആശുപത്രികളിൽ പലതും രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചു. കാസർഗോഡ് ജില്ലയിലെ 11 എൻഡോസൾഫാൻ ബാധിത പഞ്ചായത്തുകളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാക്കി മാറ്റണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്തതാണ്. അത് ശുപാർശയായി മാത്രം തന്നെ ഒതുങ്ങി നിന്നു. ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായില്ല. 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് ഉക്കിനടുക്കയിൽ ശിലാസ്ഥാപനം നടത്തിയ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ ഉദ്ഘാടനം 2018 നവംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചെങ്കിലും ആശുപത്രിയുടെ പ്രവർത്തനം ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. രോഗികൾക്കായുള്ള പുനരധിവാസ ഗ്രാമം എന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ ഇന്നും വെറും പ്രഖ്യാപനങ്ങളായി തന്നെ നിലനിൽക്കുന്നു. രോഗബാധിത കുടുംബങ്ങളുടെ 50,000-ൽ കുറഞ്ഞ കടങ്ങൾ എഴുതിത്തള്ളാൻ 50 കോടി രൂപ വകയിരുത്തിയിരുന്നെങ്കിലും ഈ ഇനത്തിൽ 1.5 കോടി രൂപ മാത്രമാണ് ഇതിനകം ചെലവഴിച്ചത്. 8 വർഷത്തെ കണ്ണീരിന്റെയും അവഗണനയുടെയും കഥയാണ് ഈ അമ്മമാർക്ക് പറയാനുള്ളത്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ യാതൊരു ദയയുമില്ലാതെ ഈ പാവങ്ങളുടെ ജീവിതം വെച്ച് പന്താടുമ്പോൾ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഈ അമ്മമാർ. അവർ പോലും അറിയാതെ എൻഡോസൾഫാൻ എന്ന മാരക വിഷം കാർന്നു തിന്ന അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ അമ്മമാർ. ഇവർക്ക് മുന്നിൽ കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ ഭരണകൂടം ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് ഈ മാതൃപോരാട്ടം.